ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തു കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ കർത്താവിനെ താങ്ങിയ ഏതാനും പേരെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. കർത്താവിനെ താങ്ങി കരഞ്ഞുകൊണ്ട് സഹതാപത്തോടെ സ്നേഹാധിക്യത്തോടെ കർത്താവിൻ്റെ പിന്നാലെ നടന്ന യെരൂശലേം പുത്രിമാർ, സിയോൻ പുത്രിമാർ, അവർ യേശുവിൻ്റെ വേദനയെ ആശ്വസിപ്പിക്കുവാനായി അവർക്കാകുന്നത് ആ വേദനയിൽ പങ്കാളികളായി അവർ ചേർന്ന് നടക്കുകയായിരുന്നു. അത്യന്ത ദുഃഖത്തോടെ കഠിനമായ വ്യഥയോടെ അവർ ചേർന്ന് പോകുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് കർത്താവിനെ താങ്ങിയവർ യെരൂശലേം പുത്രിമാർ. രണ്ടാമത് കർത്താവിനെ താങ്ങിയത് കുറേനക്കാരനായ ശീമോൻ. മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. 15-21. അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. തലയോടിടമെന്നർത്ഥമുള്ള ഗൊൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. കുറേനക്കാരനായ ശീമോനെക്കുറിച്ച് നാം ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞു. പലപ്പോഴായി നാം ധ്യാനിച്ച വിഷയമാണ്. എങ്കിലും സൂചിപ്പിക്കുക മാത്രം ചെയ്യട്ടെ. കുറേനക്കാരനായ ശീമോൻ കർത്താവിൻ്റെ കുരിശ് താങ്ങി. ഭാരമേറിയ കുരിശ് ഒന്നുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും കർത്താവ് വേച്ച് വീഴുന്നുണ്ട്. കർത്താവ് വേച്ച് വീഴുമ്പോഴെല്ലാം ആ പടയാളികൾ കർത്താവിനെ ആഞ്ഞാഞ്ഞ് പ്രഹരിക്കുന്നുണ്ട്. കഠിനമായി ചാട്ടവാറടിയേറ്റ കർത്താവ് പൊളഞ്ഞുകൊണ്ട് പിന്നെയും കുരിശ് ചുമക്കാൻ ബന്ധപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. കർത്താവ് വലിഞ്ഞെഴുന്നേറ്റ് ഏങ്ങി ആ കുരിശ് ചുമന്നുകൊണ്ട് കർത്താവ് നടക്കുകയാണ്. അപ്പോൾ ആ കുന്ന് കയറുമ്പോൾ കർത്താവിൻ്റെ കുരിശ് താങ്ങുവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഒരു ഗ്രാമീണനായ കുറേനക്കാരനായ ശീമോൻ. അപരിഷ്കൃതനായിരുന്നു, ഒരു ഗ്രാമീണനായിരുന്നു, വെറും കൺട്രിയായിരുന്നു, വയലിൽ നിന്ന് വരുന്നവനായിരുന്നു, ഒരു കൃഷിക്കാരനായിരുന്നു. ആ നാട്ടുകാരനല്ല. ആഫ്രിക്കയുടെ വടക്കേറ്റത്തുള്ള ലിബിയയോട് ചേർന്ന കുറേന എന്ന സ്ഥലത്തു നിന്നാണ് ഈ ശീമോൻ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് ആ കുരിശിനെ താങ്ങിയത് ദൂരവ്യാപകമായ സൽഫലങ്ങൾ ഉളവാക്കി. കുറേനക്കാരനായ ശീമോൻ എന്ന കുരിശിനെ താങ്ങിയത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പിൽക്കാലത്ത് രൂഫസിനെ കുറിച്ച് പറയുന്നത്, ചോസൺ ബൈ ദ ലോർഡ്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവീനെന്ന് റോമക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ പറയുന്നത്. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. കർത്താവിൽ പ്രസിദ്ധനെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ചോസൺ ബൈ ദ ലോർഡ്, കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്നാണ്. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായ രൂഫസ്, യേശുക്രിസ്തു തിരഞ്ഞെടുത്ത രൂഫസ് അനുഗ്രഹീത പുരുഷനായിരുന്നു. രൂഫസിൻ്റെ സഹോദരനാണ് അലക്സാണ്ടർ. വേദപുസ്തകത്തിൽ അലക്സാണ്ടർ എന്ന് പറയും. അലക്സാണ്ടർ രൂഫസിൻ്റെ സഹോദരനാണ്. അവരുടെ രണ്ടുപേരുടെയും ജീവിതം ധന്യമാകാൻ കാരണം അപ്പൻ കുരിശ് ചുമക്കുവാൻ യേശുവിനെ സഹായിച്ചു എന്നുള്ളതാണ്. കുരിശിനെ താങ്ങിയാൽ മക്കൾക്ക് അനുഗ്രഹമാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സാക്ഷികളായാൽ അനുഗ്രഹമാണ് മക്കൾക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നടക്കാം. ആളുകൾ ആക്ഷേപിക്കും, പലരും പരിഹസിക്കും, ചിലരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. സാരമില്ല, നാം ചെയ്യുന്നത് മഹത്തായൊരു കാര്യമാണ്. നാം ചെയ്യുന്നത് രക്ഷകൻ്റെ കുരിശിനെ താങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുരിശിനെ താങ്ങുക.
എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, കുരിശിലെ ത്യാഗത്തോടൊത്ത് നടക്കുക, കുരിശിലെ വേദനയോടൊത്ത് ചേർന്ന് വേദനിക്കുക, കുരിശിനോട് ചേർന്ന് നടക്കുക. ആരെല്ലാം പരിഹസിച്ചാലും ശരി, ഞാൻ എൻ്റെ യേശുവിന് പിന്നാലെ പോകുമെന്നുള്ള ഉറപ്പേറിയ നിർണയം. ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും ശരി, ഞാൻ എൻ്റെ യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നിന്ന് മാറുകയില്ല എന്നുള്ള ദൃഢമായൊരു പ്രതിജ്ഞ. ദൈവത്തിന് സ്തോത്രം. അത് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിൻ്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നത് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തൊരു ധൈര്യമാണ്! എന്തു വന്നാലും ശരി, എൻ്റെ യേശുവിൻ്റെ വഴിയിൽ ഞാൻ മാറുകയില്ല. യേശു പോയ അതേ വഴിയിൽ നിന്ന് ഞാൻ മാറുകയില്ല. എല്ലാ വിധത്തിലും അനേകം അനർത്ഥങ്ങൾ എന്നെ പിൻപറ്റിയാലും എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഇല്ല, ഞാൻ മാറുകയില്ല. യേശു എനിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല. കുരിശിൻ്റെ വഴി ഞാൻ ത്യജിക്കുകയില്ല എന്നുള്ള നിർബന്ധപൂർവമായ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. കുറേനക്കാരനായ ശീമോൻ കർത്താവിൻ്റെ കുരിശിനെ താങ്ങി. 1 സിയോമുക്തിമാർ കർത്താവിനെ താങ്ങി, 2 കുറേനക്കാരനായ ശീമോൻ കർത്താവിനെ താങ്ങി. 3 നമുക്ക് വായിക്കാം, ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 41-42 വാക്യങ്ങൾ. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആ ഒരു കള്ളൻ അനുദപിച്ചു. മർക്കോസിന് സുവിശേഷവും ലൂക്കോസിന് സുവിശേഷവും വായിക്കുമ്പോൾ, ആ പീഡാനുഭവത്തെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, കർത്താവിൻ്റെ കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാർ 2 പേരും കർത്താവിനെ ദുഷിച്ചു എന്ന്. 2 പേരും ദുഷിക്കുകയാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല ദുഷിക്കുന്നത്. അനേകരും അങ്ങനെയാണ്, ദുഷിക്കുന്നു, കാര്യം ഗ്രഹിച്ചിട്ടല്ല, എന്താണ് നടക്കുന്നതെന്ന് അവരറിയുന്നില്ല, ആരാണ് ഈ കുരിശിൽ കിടക്കുന്നതെന്ന് അവരറിയുന്നില്ല. നാമും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതാണ് കാണുന്നത്. അനേകരെ തെറ്റിദ്ധാരണ കൊണ്ട് എതിർക്കുന്നു, അനേകർ കാര്യം ഗ്രഹിക്കാതെ എതിർക്കുന്നു. എത്രയോ നല്ല നല്ല ആളുകൾ എതിർക്കുന്നവരുണ്ട്, തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, ഈ കൂട്ടായ്മയിൽ വരാതിരിക്കുന്നവരുണ്ട്. വളരെ നല്ല ആളുകൾ, വളരെ നല്ല സ്വഭാവമുള്ളവർ, നല്ല ആത്മീയ ജീവിതത്തിന് താല്പര്യരായ ആളുകൾ, അവരും വെറുക്കുന്നു, കൂട്ടായ്മയെ വെറുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് എന്ന് അറിയുന്നില്ല, തെറ്റിദ്ധാരണകൾ മാത്രം. എന്നാൽ കർത്താവ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അതിൽ ഒരാൾ പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് കർത്താവിലേക്ക് നോക്കി. ആ വേദനയിൽ പിടയുമ്പോഴും അവൻ ക്രൂസിലേക്ക് നോക്കി. സ്വന്തം ശരീരത്തിൽ വേദനയേറ്റ് അവൻ ഉരുകുമ്പോഴും അവൻ ക്രൂസിലേക്ക് നോക്കി. ആ ശബ്ദം, പ്രാർത്ഥനയുടെ ശബ്ദം, ക്ഷമയുടെ ശബ്ദം, സ്നേഹത്തിൻ്റെ ശബ്ദം അവൻ്റെ ഹൃദയത്തെ ഉലച്ചു കളഞ്ഞു. അവൻ ക്രൂസിലേക്ക് നോക്കി. ആ മുഖം ശാന്തമായ മുഖം, പ്രശാന്തമോഹനമായ മുഖം, ഒരു വൈരാഗ്യമില്ലാത്ത മുഖം, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന മുഖം, വാത്സല്യമസൃണമായ മുഖം. പ്രിയപ്പെട്ടവരെ, ആ മുഖത്തേക്ക് നോക്കും തോറും അവൻ്റെ ഹൃദയത്തിൽ പലതും തെളിഞ്ഞു വന്നു. ഇത് സാധാരണ മനുഷ്യനല്ല. ഈ കള്ളന്മാർ 2 പേരും അവർ കൊള്ളക്കാരാണ്, അവർ കൊലപാതകികളാണ്, അവർ നിഷ്ഠൂരന്മാരാണ്. എന്നാൽ ഈ കിടക്കുന്ന നടുവിലത്തെ കുരിശിൽ കിടക്കുന്നവൻ അവൻ പാപിയല്ല, അവൻ കൊലപാതകം ചെയ്തവനല്ല, അവൻ ആരെയും ദ്രോഹിച്ചവനല്ല. ആ മുഖത്തെ നിഷ്കളങ്കത അവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞു. അതൊരു മഹാഭാഗ്യമായിപ്പോയി. തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ മുഖത്തെ നിഷ്കളങ്കത അവൻ തിരിച്ചറിയാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ കർത്താവിൻ്റെ മുഖത്തെ പ്രശാന്തത അവനെ ഗ്രഹിക്കാൻ കഴിഞ്ഞു. തന്നെയുമല്ല, അവനപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കി. യേശുവിൻ്റെ നിഷ്കളങ്കതയും യേശുവിൻ്റെ നിരപരാധിത്വവും അവൻ കണ്ടപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കി. അവന് മനസ്സിലായി, ഞാനോ ഈ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. യേശു ഈ ശിക്ഷ അനുഭവിക്കേണ്ട ആളല്ല, ഞാനോ ഈ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. തന്നെ കണ്ടു, യേശുവിനെ കണ്ടു, തന്നെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അപ്പോൾ അവൻ്റെ കൂട്ടുകാരനായ ആ കൊലയാളിയെ അവൻ കണ്ടു. അവനെ കണ്ടപ്പോൾ അവനും അതുപോലെ തന്നെ ശിക്ഷാർഹനാണ്, അവനും ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അതുമാത്രവുമല്ല, അവൻ പറയുകയാണ്, അവൻ ആ സമയത്ത് തക്ക സമയത്ത് അവന് സാക്ഷ്യം പറയുകയാണ്. അവൻ മറ്റേ കള്ളനോട് പറയുകയാണ്, ഒരുപക്ഷെ ഇടത്തുഭാഗത്തെ കള്ളനായിരിക്കണം, ഇടത്തുഭാഗത്തെ കള്ളനോട് ഈ വലത്തുഭാഗത്തെ കള്ളം പറയുകയാണ്, അനുദപിച്ച കള്ളം പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്,
നാം സമശിക്ഷാവിധിയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അവന് കിട്ടിയ സമയം കൊണ്ട് അവന് സാക്ഷ്യം കൊടുക്കുകയാണ്. നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് വ്യക്തമായ ഒരു നല്ല സാക്ഷ്യവും നല്ല ഒരു സന്ദേശവും കൊടുക്കുകയാണ്. വേണമെങ്കിൽ ആ ഇടത്തുഭാഗത്തെ കള്ളനും അനുഭവിക്കാം. ഈ വലത്തുഭാഗത്തെ കള്ളൻ പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ആ വാക്കുകൾ കേട്ട് കൂട്ടുകാരൻ്റെ അനുതാപം കണ്ട് അവനും വേണമെങ്കിൽ അനുഭവിക്കാം അവസരമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സമശിക്ഷാവിധിയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അവൻ ഉപദേശിക്കുന്നു, അവൻ സാക്ഷിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന്. യേശു ക്രിസ്തു നിഷ്കളങ്കനാണ് എന്ന് അവൻ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അതുമാത്രമല്ല, അടുത്ത വാക്യം വായിക്കുമ്പോൾ കാണാം, അവൻ ചെയ്യേണ്ട ഏറ്റവും മഹത്തായ ഒരു കാര്യം അവൻ ചെയ്യുന്നു. നോക്കൂ, അതാണ് യേശുവിനെ താങ്ങുന്നത്. അടുത്ത വാക്യം: പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുന്നൊരു ദിവസമുണ്ടല്ലോ. അവന് നല്ല ഉറപ്പായി. യേശു ഇന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ചു പോകുന്നെങ്കിലും യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുന്നൊരു നല്ല ദിവസമുണ്ട് എന്ന് അവന് വിശ്വാസമായി. നാഥ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് അവനെ തന്നെ കാണാൻ കഴിഞ്ഞു. അവൻ്റെ കൂട്ടാളിയെ കാണാൻ കഴിഞ്ഞു. അവൻ്റെ കൂട്ടാളിയെ പോലെ കഴിയുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞു. മാത്രവുമല്ല, വരാനിരിക്കുന്ന ശിക്ഷാവിധിയെ കാണാൻ കഴിഞ്ഞു. അതുമാത്രവുമല്ല, അവന് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുമാത്രവുമല്ല, യേശു നിഷ്കളങ്കനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമാത്രവുമല്ല, അവൻ യേശുവിനെ സാക്ഷിച്ചു. അവൻ കൊടുക്കേണ്ട ഒരു മെസ്സേജ് കൊടുത്തു, കൊടുക്കേണ്ട ഒരു ചെറിയ പ്രസംഗം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതുമാത്രവുമല്ല, അവൻ യേശുവിനോട് സംസാരിച്ചു. മിശിഹ, നീ ഇന്ന് ഈ മുൾമുടിയേറ്റ് കടന്നു പോകുന്നെങ്കിലും, നീ ഇന്ന് കുരിശിൽ പടഞ്ഞ് കടന്നു പോകുന്നെങ്കിലും, ഒരു നാൾ നീ രാജാവായി മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് നീ എൻ്റെ കാര്യം ഓർത്തുകൊള്ളണമേ. മിശിഹ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ എന്ന് അവൻ നിലവിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസിലിരിക്കും. ഇന്ന് രാജ്യത്വം പ്രാപിച്ചു വരുന്ന കാലങ്ങളിലല്ല, ഇന്ന് തന്നെ നീ എന്നോട് പറുദീസിലിരിക്കും എന്ന് ഞാൻ എന്നോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എന്നോട് പറുദീസിലിരിക്കുമെന്ന് ഇന്ന് ഞാൻ എന്നോട് പറയുന്നുവെന്നും ആ വാക്യം തിരിച്ച് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും യേശുക്രിസ്തുവിൻ്റെ കൂടെ പറുദീസയിലിരിക്കുമെന്ന് വ്യക്തമായി സൂചിപ്പിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായൊരു വാക്യം. ഇത് കഷ്ടാനുഭവാഴ്ചയിലെ പ്രമേയോനുകളും സദറാകളുമെല്ലാം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിലെ ഒരു ഗീതം ഞാൻ വായിച്ചു. ഈ വലത്ത് ഭാഗത്തെ കള്ളനും ഇടത്ത് ഭാഗത്തെ കള്ളനും കൂടിയുള്ള ഒരു സംവാദം വായിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ തമ്മിൽ ഒരു വാഗ്വാദം നടക്കുകയാണ്, സംവാദം നടക്കുകയാണ്. അവർ തമ്മിൽ നടക്കുന്ന സംവാദത്തിൻ്റെ ആകത്തുക ഇതാണ്: വലത്തുഭാഗത്തെ കള്ളൻ ഇടതുഭാഗത്തെ കള്ളനോട് അനുദപിക്കാൻ ആവശ്യപ്പെടുന്നു. വലത്തുഭാഗത്തെ കള്ളൻ ഇടതുഭാഗത്തെ കള്ളന് ഉപദേശം കൊടുക്കുന്നു. വലത്തുഭാഗത്തെ കള്ളൻ മിശിഹായെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തുകൊള്ളണമേ എന്ന് പറയുന്നു. യേശുവിനെ താങ്ങുന്നത് അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. യേശുവിനെ താങ്ങുന്നത്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ താങ്ങുന്നത് തന്നെ കണ്ടുകൊണ്ട് ഹൃദയം നുറുക്കിക്കൊണ്ടുള്ളതായ പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ആ സീമോൻ യേശുവിൻ്റെ കുരിശിനെ താങ്ങി. കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ കുരിശിനെ താങ്ങി. 3, അനുദപിച്ച കള്ളൻ യേശുവിൻ്റെ കുരിശിനെ താങ്ങി. 4, അരിമത്തിക്കാരൻ യൗസേപ്പ് യേശുവിൻ്റെ കുരിശിനെ താങ്ങി. മർക്കോസ് 15:43. വൈകുന്നേരമായപ്പോൾ ശബത്തിൻ്റെ തലേനാളായ ഒരുക്കുനാളാകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസേഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസേഫിന് നൽകി. അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറവാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. അവനെ വെച്ച ഇടം മദ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു. ദൈവത്തിന് സ്തോത്രം. അരിമത്യക്കാരൻ യൗസേപ്പ് യേശുവിനെ താങ്ങി. അതുവരെയും യേശുവിൻ്റെ കൂടെ നടക്കുന്നത് അത് അപായകരമാണ് എന്ന് കരുതി അല്പം മാറി നിന്നയാളാണ് അരിമത്യക്കാരൻ യൗസേപ്പ്. ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു, കുലീനായൊരു പുരുഷനായിരുന്നു, ആഭിജാത്യമുള്ള ഒരു റോമൻ പൗരനായിരുന്നു. അരിമത്യക്കാരൻ യൗസേപ്പ് ഉന്നതമായ നിലവാരത്തിൽ കഴിഞ്ഞയാളായിരുന്നു. എന്നാൽ അങ്ങനെ ഇത്രയും ഉന്നതമായ നിലവാരത്തിൽ കഴിയുന്ന ഞാൻ യേശുവിനോട് ചേർന്ന് നടന്നാൽ സമൂഹത്തിന് ഒറ്റപ്പെട്ടു പോവുകയില്ലേ എന്നൊരു ഭയവും സംശയവും അരിമത്യക്കാരൻ യൗസേപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചേർന്ന് നടന്നില്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ചേർന്ന് നടന്നില്ല. എന്നാൽ ദൂരെ നിന്നുകൊണ്ട് കർത്താവിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു, അകലത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെയായിരുന്നു നിക്കോദീമോസും.
നീക്കോദിമോസ് സന്നിധി സംഘത്തിൽ അംഗമായിരുന്നു. നീക്കോദിമോസ് ഒരു യഹൂദ പ്രമാണിയായിരുന്നു, ഒരു പരീശ പ്രമാണിയായിരുന്നു. മാത്രവുമല്ല, നീക്കോദിമോസ് യഹൂദന്മാരുടെ ഒരു ഉപദേഷ്ടാവുമായിരുന്നു. എന്നാൽ നീക്കോദിമോസും കർത്താവിൽ വാസ്തവത്തിൽ കർത്താവ് നിഷ്കളങ്കനാണെന്നും കർത്താവ് രക്ഷകനാണെന്നും എല്ലാം മനസ്സിലാക്കിയെങ്കിലും നീക്കോദിമോസിന് വ്യക്തമായ ഒരു ചിത്രം കിട്ടിയില്ല. നീക്കോദിമോസും അകന്ന് നിന്നു, എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ക്രൂശിലെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ക്രൂശും പേറിപ്പോകുന്ന ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അനേകരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് കർത്താവായ യേശു ക്രൂശിലും ചുവന്നുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ, അപ്പോൾ മുതൽ ഇവരുടെ ഉള്ളിൽ തീ കത്തി തുടങ്ങി, ഉള്ളിൽ ആധി കത്തി തുടങ്ങി. അയ്യോ, വിലപ്പെട്ട കാലങ്ങൾ നാം നഷ്ടപ്പെടുത്തിയല്ലോ, യേശുവിനെ താങ്ങുകയും യേശുവിനോട് നടക്കുകയും ചെയ്യേണ്ട നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള വേദന കൊണ്ട് ഹൃദയം പൊളഞ്ഞ് അവർ വിസ്താരരംഗത്തേക്ക് ചെന്നു. വിസ്താരരംഗത്ത് നിന്നു. അവർ ആ വിസ്താരമെല്ലാം കണ്ടു. പീലാത്തോസ് 3 വട്ടം വിസ്തരിക്കുന്നവർ കണ്ടു. ഹന്നാവിൻ്റെ കോടതിയിലും കയ്യഫാവിൻ്റെ കോടതിയിലും ഹേരോദാവിൻ്റെ കോടതിയിലും വിസ്തരിക്കുന്നതെല്ലാം കണ്ടു. പീലാത്തോസ് 3 വട്ടം വിസ്തരിച്ചു, എല്ലാം കണ്ടു. ആ വിധിയുടെ വിസ്താരത്തിന് ശേഷം ന്യായവിധി പറഞ്ഞത് കേട്ടു. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീനെന്ന് പീലാത്തോസ് പറഞ്ഞതും അവർ കേട്ടു. അവരുടെ ഉള്ളം വീണ്ടും കത്തി. ഉള്ളം കത്തി എരിഞ്ഞുകൊണ്ട് അവർ യേശു കുരിശും പേറിപ്പോകുമ്പോൾ കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായുടെ മുകളിൽ കർത്താവിനെ കുരിശിന്മേൽ കിടത്തി കർത്താവിൻ്റെ കൈകളും കാലുകളും ആഞ്ഞ് കാര്യൻപാടിയും കൊണ്ട് തറച്ചപ്പോൾ അവരും വേദനയോട് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ ചങ്കിൽ തറയ്ക്കുന്നത് പോലൊക്കെ തോന്നി, സ്വന്തം ചങ്കിലേക്ക് ആണി തറയ്ക്കുന്നത് പോലെ തോന്നി. വേദനയോട് പൊളഞ്ഞുകൊണ്ട് അവർ നിന്നു. അവസാനം കർത്താവിനെ ക്രൂശിന് ശേഷം പടയാളികൾ എല്ലാവരും മാറിക്കഴിഞ്ഞു, എല്ലാവരും വിട്ടുപോയി കഴിഞ്ഞു. അവർ താഴെ കുരിശിൻ്റെ ചുവട്ടിൽ അവരും ആ സ്ത്രീകളും മാത്രമുണ്ട്. അരിമത്തിക്കാരൻ യോസേപ്പ് നീക്കോദിമോസും. അരിമത്തിക്കാരൻ യോസേപ്പ് ഒരു പുതിയ ശീല വാങ്ങി. അരിമത്തിക്കാരൻ യോസേപ്പ് അത് മാറിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ആ കുരിശിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അരിമത്തിക്കാരൻ യോസേപ്പ് ഓരോ ആണിയും മന്ദം മന്ദം പയ്യെ പയ്യെ ഊരി മാറ്റി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആ മൃതശരീരത്തിൽ ആണി ഊരി വലിച്ചാൽ അവിടെ ശരീരത്തിന് വേദന വരുന്നില്ലല്ലോ. എങ്കിലും എൻ്റെ കർത്താവേ, ഈ ആണി ഞാൻ എങ്ങനെ അത്ര വേഗത്തിൽ വലിച്ചു ഊരും? കാരണം നിനക്ക് വേദനിക്കുമോ എന്ന് ഭയത്തോടെ എന്ന വണ്ണം വളരെ സൂക്ഷ്മതയോടെ വളരെ ശാന്തമായി ഓരോ ആണിയും ഊരി ഊരി മാറ്റി. ദൈവത്തിന് സ്തോത്രം. ആണി മാറ്റി മാറ്റി വന്നപ്പോൾ കർത്താവിൻ്റെ തിരുശരീരം അരിമത്തിക്കാരൻ യോസേപ്പിൻ്റെ മാറോട് ചാഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട്? കർത്താവായ യേശുവിൻ്റെ തിരുശരീരം മാറോട് അണയ്ക്കുവാനുള്ള ഭാഗ്യം. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ ഭാഗ്യം അനുഭവിക്കാം. ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മാറോട് ചേർത്തണയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അവനോട് സ്നേഹം വരും, അവനോട് നിങ്ങൾക്ക് പ്രിയം വരും, അവനോട് നിങ്ങൾക്ക് അഗാധമായ സ്നേഹം വരും. കർത്താവേ, എനിക്ക് വേണ്ടി നീ വേദനയെല്ലാം സഹിച്ചല്ലോ എന്നുള്ള ആ വാസ്തവമായ ബോധ്യം നോക്ക് വരും. ഇല്ല എൻ്റെ കർത്താവ്, ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കുകയില്ല, ഇനി എൻ്റെ പാപം കൊണ്ട് ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തുകയില്ല, ഇനി പാപം കൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല, എൻ്റെ പാപം കൊണ്ട് ഞാൻ നിന്നെ ക്ലേശിപ്പിക്കുകയില്ല എന്നൊരു തീരുമാന ഹൃദയത്തിൽ വരും. അരിമത്തിക്കാരൻ യോസേപ്പ് കർത്താവിൻ്റെ തിരുശരീരം മാറോട് അടക്കി പിടിച്ചു. നീക്കോദിമോസും കൂടെ നടന്നു. അവർ രണ്ടുപേരും കൂടെ നടന്നു. അരിമത്തിക്കാരൻ യോസേപ്പിൻ്റെ ഒരു തോട്ടം അടുത്തുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയുണ്ടായിരുന്നു. അതിൽ അത്ഭുതമല്ലേ, കല്ലറ പണിത് പക്ഷേ ആരെയും വെച്ചിട്ടില്ല. അത് വാസ്തവത്തിൽ കരുതിക്കൂട്ടി എല്ലാം അത്ഭുതകരമായി നിയന്ത്രിക്കപ്പെട്ട് ചെയ്തതായിരുന്നു. ആരും കരുതിക്കൂട്ടിയതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അവിടെ ആരെയും വെക്കാഞ്ഞത് മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. അതല്ല ദൈവ നിശ്ചയമായിരുന്നു. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ കർത്താവിനെ അവരടക്കി. അരിമത്തിക്കാരൻ യോസേപ്പ് കർത്താവിനെ താങ്ങി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും താങ്ങാം സ്നേഹിതരെ, നിങ്ങൾക്കും താങ്ങാം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുവിനെ താങ്ങുക. യേശുവിൻ്റെ തിരുവിലാവ് ചേർത്തണയ്ക്കുന്ന മഹാഭാഗ്യം നിങ്ങളും പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പിന്നീട് കർത്താവിനെ താങ്ങിയത് പിന്നെ ആരാണ്? മർക്കോസ് 15:39. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു. ശതാധിപൻ 100 പടയാളികളുടെ അധിപനാണ് ശതാധിപൻ. അവിടെ വേറെ 4 പടയാളികൾ വന്നിട്ടുണ്ട്. കർത്താവിനെ ക്രൂശിക്കാൻ നിയുക്തരായ 4 പടയാളികൾ. അതിനെല്ലാം നേതൃത്വം വഹിക്കാനായി ഒരു ശതാധിപൻ. ആ ശതാധിപൻ്റെ പേര് മാർസലസ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദ റോബ് എന്ന പുസ്തകത്തിൽ ലോയിഡ് സി ഡഗ്ലസ് ആ ശതാധിപനെക്കുറിച്ച് പറയുന്നുണ്ട്. ലോയിഡ് സി ഡഗ്ലസിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് മേലങ്കി അല്ലെങ്കിൽ ദ റോബ്.
ദ റോബ് എന്ന പുസ്തകം വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. മലയാളത്തിലുള്ള പുസ്തകമാണ്. ഇത് മേലങ്കി വായിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. ആ മേലങ്കി അത് ഈ ശതാധിപന് ചീട്ടിട്ട് അവന് കിട്ടിയെന്നാണ് ചരിത്രം പറയുന്നത്. അത് വേദപുസ്തകം അങ്ങനെയൊന്നും പറയുന്നില്ല. ചീട്ടിട്ടു, അത് കീറിക്കളഞ്ഞില്ല എന്ന് മാത്രമേ നാം വായിക്കുന്നുള്ളൂ. ഈ ശതാധിപൻ അവൻ പറയുകയാണ്, അവൻ പറയുന്ന വാക്യം നിന്നോട് കേൾക്കാം. 15-ാം അധ്യായം 39-ാം വാക്യം. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് ഈ പറഞ്ഞു. മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം. സത്യം, ഇവൻ ദൈവപുത്രനായിരുന്നു. അയ്യോ, ക്രൂശിക്കേണ്ടായിരുന്നു, ക്രൂശിക്കേണ്ടായിരുന്നു. ഇത് ഞാൻ കൂട്ടുകൂടിപ്പോയല്ലോ, അയ്യോ വേണ്ടായിരുന്നു. ഇത് ഞാൻ നേതൃത്വം കൊടുത്തു പോയല്ലോ, അയ്യോ വേണ്ടായിരുന്നു. ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം. അവൻ വിളിച്ചു പറഞ്ഞു. സമയം കഴിഞ്ഞാണെങ്കിലും അവൻ സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. സാക്ഷ്യത്തിന് വൈകണ്ട. നിങ്ങൾ സാക്ഷ്യം പറയാൻ വൈകണ്ട. നിങ്ങൾ സാക്ഷികളാകാൻ വൈകണ്ട. ജീവിത സാക്ഷ്യം ഉൾക്കൊള്ളാൻ വൈകണ്ട. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ ഇനി ഒട്ടും താമസിക്കേണ്ട. നാളെ അവസരം കിട്ടിയില്ലെങ്കിലോ, ഇനിയൊന്ന് പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, ഇനിയൊന്ന് നിങ്ങളെ തന്നെ കാണിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, നിങ്ങൾക്ക് ലഭിച്ചതായ അനുഗ്രഹത്തെ മറ്റുള്ളവരെ അറിയിക്കാൻ ഇനിയൊരവസരം കിട്ടിയില്ലെങ്കിലോ, ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്നു, എനിക്കിനിയൊരവസരം ദൈവത്തിന് വചനം പറയാൻ കിട്ടിയില്ലെങ്കിലോ, എൻ്റെ കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരവസരം കിട്ടിയില്ലെങ്കിലോ, ഇന്ന് നിങ്ങൾ തീരുമാനിക്കൂ, യേശുവേ, ക്രൂസിന് സാക്ഷിയാകാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ പാവം വഹിച്ച് കുരിശിലേറിയ രക്ഷകൻ്റെ സാക്ഷിയാകാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഞാനിതാ എൻ്റെ ആയുസ് ഞാൻ നിനക്കായിട്ട് നേരുന്നു. നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. നിനക്കായി ഞാൻ വിട്ടുതരുന്നു. കർത്താവേ, ഇത്രയും കാലം നീ എന്നെ കാത്തു. എൻ്റെ ദൈവം, ഏതെല്ലാം അപകടങ്ങളിൽ നിന്നാണ് നീ എന്നെ രക്ഷിച്ചത്, എന്തെല്ലാം അത്യാഹിതങ്ങളാണ് എനിക്ക് വന്നത്, എല്ലാം നീ എനിക്ക് എന്നെ താങ്ങി എല്ലാം എനിക്ക് വഹിക്കുവാനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിച്ചിടത്തോളം നടത്തി. ഇന്നുവരെയും നീ എന്നെ സഹായിച്ചു. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഏബനേസർ. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഏബനേസർ. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം കടമ്പകൾ ചാടിക്കടന്നാണ് ഇവിടെ എത്തിയത്. സംഭവബഹുലമായ ജീവിതം അല്ലായിരുന്നു. സംഭവബഹുലമായ ജീവിതം. ഏതെല്ലാം കെണികളിൽ വീണതാണ്, ഏതെല്ലാം കുരുക്കളിൽ പെട്ടതാണ്, ഏതെല്ലാം ആപത്തുകൾ വീണതാണ്, ഏതെല്ലാം രോഗങ്ങൾ മറികടന്ന് പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം കഷ്ടപ്പാടുകൾ കൂടിയാണ് വന്നത്. ഏങ്ങി വലിഞ്ഞ് വിഷമിച്ച് ആ ജീവിതത്തിൽ കഷ്ടപ്പാടും ക്ലേശവുമായി നിങ്ങൾ അലഞ്ഞ് ഉഴന്ന് ഇവിടം വരെയും എത്തി. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇത്രത്തോളം ഞാനിവിടെ എത്തി. ഇനി എനിക്ക് അവസ്ഥ എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര കാലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള കാലം കർത്താവേ, ഉള്ള കാലം യേശുവേ, നിൻ്റെ കുരിശിനെ താങ്ങാൻ ഞാനിതാ വിട്ടു തരുന്നു. നിൻ്റെ സാക്ഷിയാകാൻ എന്നെ തന്നെ വിട്ടു തരുന്നു. നാഥാ, എന്നെ നിനക്ക് തരുന്നു. കർത്താവിന് സ്തോത്രം. അടുത്ത യേശുവിൻ്റെ കുരിശിനെ താങ്ങിയവർ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കുരിശിനെ താങ്ങിയവർ ജനങ്ങൾ, യേശുവിൻ്റെ കുരിശിനെ താങ്ങിയ ജനങ്ങൾ, അവർ എന്താണ് ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. അവരൊരു കാലത്ത് ദൈവത്തെ മറന്ന് ജീവിച്ചവരായിരുന്നു നാം എല്ലാവരും. എന്നാൽ അവർ ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുവാൻ തീരുമാനമെടുത്തു. ക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ സാക്ഷികളാകാൻ തീരുമാനമെടുത്തു. നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ വായിക്കാം. 9-ാം അധ്യായം 1-2 വാക്യങ്ങളും വായിക്കാം. അയ്യോ, എൻ്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. പറയാം, അയ്യോ, എനിക്ക് സങ്കടത്തിന് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്നു. എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്നു. കേട്ടോ, ദൂരദേശത്ത് നിന്ന് എൻ്റെ ജനത്തിൻ്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ, അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു. ജനത്തിൻ പുത്രി നിലവിളിക്കുന്നു. സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ, രാജാവ് അവിടെ ഇല്ലയോ എന്ന് എൻ്റെ ജനത്തിൻ പുത്രി സിയോൻ പുത്രി നിലവിളിക്കുന്നു. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതെന്തിന്? ഇത്രയും കാലം അവർ വിഗ്രഹസേവ കൊണ്ടും അവരുടെ തിന്മകൾ കൊണ്ടും അവരുടെ പാവങ്ങൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചു. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. വിത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. പോയിരിക്കുന്നു. എനിക്ക് അനങ്ങാൻ വയ്യാതെ പോലെയായിരിക്കും. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ. എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? ഗിലെയാദിൽ വൈദ്യനില്ലയോടെ സുഗന്ധ തൈലമില്ലയോ. എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത്? അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം, ജനത്തിൻ പുത്രിയുടെ മരണപ്പെട്ടവർ മൂലം,
രാവും പകലും കരയേണ്ടതിന് രാവും പകലും കരയുന്നതിന് എൻ്റെ തല വെള്ളവും എൻ്റെ തല കണ്ണുനീരിൻ്റെ ഉറവയായി എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കണ്ണുനീരുറവുമായിരുന്നു കൊള്ളായിരുന്നു. കരയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് യേശുവിനെ താങ്ങുന്നത്. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള വേദന കൊണ്ട് ഒരു പുതിയ തീരുമാനമെടുത്ത് കരയുന്നു, അനുതാപത്തോടെ കരയുന്നു. അതാണ് യേശുവിനെ പ്രസാദിപ്പിക്കുവാനുള്ളതായ മാർഗം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും തീരുമാനിക്കാം, കർത്താവേ, കാലങ്ങൾ പാഴായിപ്പോയി, കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ലാപ്സ് പീരിയഡ്, പാഴായിപ്പോയ കാലങ്ങൾ. എന്നാൽ ഇന്ന് ഞാനിതാ തിരുമുൻപാകെ വന്ന് ഞാൻ പുതിയൊരു സമർപ്പണം പറയട്ടെ. കർത്താവേ, എത്രയോ സമർപ്പണങ്ങൾ പറഞ്ഞതാണ്, പലതും തെറ്റിച്ചു പോയി. എന്നാൽ ഇന്ന് വീണ്ടും നാഥ, നീ എനിക്ക് അവസരം തന്നതുകൊണ്ട്, ഇന്നും പരിശുദ്ധാത്മാവ് എൻ്റെ അരികത്തേക്ക് എത്തി നിൽക്കുന്നതുകൊണ്ട്, ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തു എൻ്റെ സമീപത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. നാഥ, ഇനിമേൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഇനിമേൽ പാവനെ തൊടുകയില്ല. ഇനിമേൽ പിശാചിന് ഇടം കൊടുക്കുകയില്ല. ഇനിമേൽ സാത്താന് എന്നിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയില്ല. കർത്താവ്, ഇനിമേൽ പാവത്തിന് എന്നെ കിട്ടുകയില്ല. ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. നമുക്ക് തീരുമാനിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് അനുതാപത്തോടെ കർത്താവ് പറയാം, കർത്താവേ, ഒരു പുതിയ ജീവിതം ഞാനിതാ തീരുമാനിക്കുന്നു. എൻ്റെ ആയുസ് ഞാനിതാ വിട്ടുതരുന്നു. ക്രൂസിൻ്റെ സാക്ഷിയാകാൻ, ക്രൂസിൻ്റെ മിത്രമാകാൻ, ക്രൂസിനെ ഉയർത്തിപ്പിടിക്കാൻ ഞാനിതാ വരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഞാനിതാ വരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പിന്നാലെ കഷ്ടതയേറ്റുകൊണ്ട് നടപ്പാൻ ഞാനിതാ വരുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് യേശുവിൻ്റെ അടിമയായി ഈ കാലമത്ര ഇനിയും ജീവിപ്പാൻ ഞാനിതാ വരുന്നു. കഴിഞ്ഞ കാലങ്ങളിനോട് പൊറുക്കണമേ, എന്നെ നിസ്വീകരിക്കണമേ എന്നൊക്കെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നൽകിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ പ്രിയമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. നാഥ, അനുതാപത്തിൻ്റെ ആത്മാവ് ഈ മക്കൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയുവാനും ക്രൂസിൻ്റെ അർത്ഥം ഗ്രഹിപ്പാനും ക്രൂസിന് സാക്ഷികളാകുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.